എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈയിടെ ബഹ്റിനിൽ നടന്ന മനുഷ്യാവകാശ സംഘടന നടത്തിയ പഠനത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെത്തുന്ന സ്ത്രീകളിൽ ഹൈദരാബാദി സ്ത്രീകളാണ് കൂടുതൽ പീഡനത്തിന് ഇരയാകുന്നത് എന്ന് കണ്ടെത്തുകയുണ്ടായി. കാരണം മറ്റൊന്നുമല്ല, വിസ ഏജന്റുകാരുടെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് കുടുങ്ങുന്നത് ഇത്തരക്കാരായ നിരക്ഷരരും പാവങ്ങളുമാണ്. വിസയുടെ നിജസ്ഥിതി അറിഞ്ഞിട്ട് മാത്രമേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നാടുവിടാവൂ എന്ന എല്ലാ സഹോദരിമാരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നവോദയ സെന്റർ ഏരിയയിലെ പോർട്ട് മേഖലയിൽ വരുന്ന ഖൽദിയ സെക്കൻഡ് യൂണിറ്റിലെ അംഗമായ കൊല്ലം മുക്കം മച്ചനാട് സ്വദേശി ഹുമയൂൺ കബീറിന്റെ ഭാര്യ ജമീല ഹുമയൂണിന്റെ ചികിത്സാ സഹായം ദല്ല ക്യാമ്പിൽ വെച്ച് നടന്ന ചടങ്ങിൽ പോർട്ട് മേഖല സാമൂഹ്യക്ഷേമ വിഭാഗം കൺവീനർ ഷെരീഫ് കൈമാറി. 2 വൃക്കകളും തകരാറിലായ ജമീല ഹുമയൂൺ ആഴ്ചയിൽ 2 ദിവസം നടത്തുന്ന ഡയാലിസിസിലൂടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകൾക്കിടയിലും തന്റെ സഹജീവികളെ സഹായിക്കുവാൻ പ്രാരാബ്ധങ്ങൾ മറന്ന് മുൻപോട്ട് വരുന്നത് തികച്ചും മാതൃകാപരമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച് നവോദയ കേന്ദ്ര കമ്മിറ്റി അംഗം മനീഷ് പുല്ലുവഴി പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണപിള്ള കൂന്നി, ശ്രീകുമാർ, സുദർശനൻ, രമേശ്, ബാബു, ജോഷി, ഷാബി, ശ്രീജിത്ത് കണ്ണൂർ, പ്രശാന്ത്, സുധീർ, അസീസ്, യൂണിറ്റ് സെക്രട്ടറി അജയ് ഇല്ലിച്ചിറ, യൂണിറ്റ് പ്രസിഡന്റ് ദിലീപ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാരുണ്യത്തിന്റെ നീരുറവ വറ്റാത്ത മനുഷ്യസ്നേഹികൾ, വിധിയുടെ ക്രൂരതയ്ക്കെതിരെ പൊരുതുന്ന ഈ കുടുംബത്തെ സഹായിക്കുവാൻ ജനകീയ കമ്മിറ്റി കൺവീനർ അസീസുമായോ യൂണിറ്റ് സെക്രട്ടറി അജയ് ഇല്ലിച്ചിറയുമായോ ഹുമയൂൺ കബീറുമായോ ബന്ധപ്പെടുക. അസീസിന്റെ ഫോൺ നമ്പർ 0561351146. യൂണിറ്റ് സെക്രട്ടറി അജയ് ഇല്ലിച്ചിറയുടെ നമ്പർ 0562103136. ഹുമയൂൺ കബീറിന്റെ മൊബൈൽ നമ്പർ 05091292005. 2 വർഷം നീണ്ട ദുരിതപൂർണമായ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കേളി പ്രവർത്തകരുടെ സഹായത്തോടെ വടകര സ്വദേശി OV രഞ്ജിത്ത് നാടണഞ്ഞു. 2 വർഷക്കാലം ജിസാൻ പ്രവിശ്യയിലെ ബിഷയ്ക്കടുത്ത് ഫേരിയ എന്ന സ്ഥലത്ത് നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും കഴിയാതെ, മലയാളികളുമായി കണ്ടുമുട്ടാൻ പോലുമാവാതെ സൊമാലിക്കാരുടെയും സുഡാനികളുടെയും കൂടെയുള്ള ആട്ടിടയ ജീവിതം. മണിക്കൂറുകളും ദിനങ്ങളും എണ്ണി 2 വർഷം പൂർത്തിയായപ്പോൾ നാട്ടിൽ അവധിക്ക് പോയി വരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ച് സ്പോൺസർ എക്സിറ്റ് റീ എൻട്രി അടിച്ച പാസ്പോർട്ടും ബിഷയിൽ നിന്ന് റിയാദിലെത്താനുള്ള ബസ് ടിക്കറ്റും നൽകി യാത്രയാക്കി. ജനുവരി 10 പ്രവാസ ലോകത്തിൽ കൊല്ലം അഞ്ചൽ സ്വദേശി അബ്ദുൾ റസാഖിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ സരിത പരാതികൾ ഉന്നയിച്ചിരുന്നു. ആ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ അബ്ദുൾ റസാഖ് റിയാദിലെ പ്രവാസ ലോകം പ്രതിനിധിയെ നേരിട്ട് വിളിക്കുകയും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. സരിത പ്രവാസ ലോകത്തിൽ പറഞ്ഞത് മുഴുവൻ അർദ്ധസത്യങ്ങളും അസത്യങ്ങളുമാണെന്നാണ് റസാഖിന്റെ ഭാഷ്യം. നമുക്ക് റസാഖിനോട് തന്നെ ചോദിക്കാം. അബ്ദുൾ റസാഖ് ഈ പ്രവാസ ലോകം പരിപാടി കണ്ടിരുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും. എന്താണ് അതിൽ നിങ്ങളുടെ ഭാര്യ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഭാര്യ പറഞ്ഞതിനെ കുറിച്ച് പറയുന്ന മുമ്പ് എനിക്ക് പ്രോഗ്രാമത്തെ കുറിച്ച് പറയാനുള്ളത്, പ്രവാസ ലോകം എന്നുള്ള പരിപാടി ഒരുപാട് കുടുംബങ്ങളിലെ അന്ധകാരത്തിന് വെളിച്ചം നൽകിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. പല കുടുംബങ്ങളിലെയും പുരുഷന്മാര് ഗൾഫിലേക്ക് വന്നിട്ട് വർഷങ്ങളായിട്ട് നാട്ടിൽ പോകാതെ മിസ്സായിട്ട് അങ്ങനെയുള്ള പരാതികൾ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാദ്യമായിട്ടാണ് 6 മാസം മാത്രം സൗദി അറേബ്യത്തിന് ശേഷം ലീവ് കഴിഞ്ഞ് ഇവിടെ എത്തിയതിനു ശേഷം ഒരു സ്ത്രീ അയാളുടെ ഭാര്യ, സ്വന്തം ഭാര്യ കുട്ടികളുമായിട്ട് വന്ന് എന്നെക്കുറിച്ച് അസത്യങ്ങൾ മാത്രം അവിടെ വിളിച്ച് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടത് ഇത് ഡൈവേഴ്സായി പോകാൻ മാത്രമാണ് അവിടെ ആവശ്യം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരിപാടിയിൽ വന്നത്. അബ്ദുൾ റസാഖ് പഠിച്ചിട്ടുണ്ട്? ഇല്ല, 10ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ സർ. പക്ഷെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് സൗദിയിൽ അറിയപ്പെടുന്നത്. ഞാൻ 93 കേരളം ഒരു ഇലക്ട്രീഷ്യൻ വിസയിൽ ഇവിടെ വന്നേ. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഒന്നുമല്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയത് ഈ സ്ത്രീയെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ നിയമമനുസരിച്ചിട്ട് ഒരു വിസ എടുക്കാൻ വേണ്ടി SP അപ്പൊ ആ വിസ എടുക്കാനായിട്ട് ഡോക്ടർക്കും അക്കൌണ്ടന്റും അതുമല്ലെങ്കിൽ മറ്റേ എഞ്ചിനീയർക്കും മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെ ഞാൻ ട്രേഡ് മാറ്റി എഞ്ചിനീയർ. ഒരു നല്ല ഇലക്ട്രീഷ്യനല്ല ഞാൻ.
പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ പാസ്പോർട്ട് എടുത്തു വെച്ചേക്കുന്ന സരിത സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ എന്റെ വാപ്പാന്റെ പേർക്കാ പുള്ളി എന്നെ കൊണ്ട് എടുപ്പിച്ച് നിർബന്ധിച്ച്. പക്ഷെ ഈ രണ്ടാമത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെ എടുത്തിരിക്കുന്നത് ഷിജി അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ് എന്നെയാ പാസ്പോർട്ട് എടുപ്പിച്ചേക്കുന്നത്. അതിന്റെ ഡീറ്റെയിലും തെളിവും എല്ലാം എന്റെ ഇരിപ്പുണ്ട് സർ. എനിക്ക് ഇവിടെ സഹോദരൻ എന്റെ പാസ്പോർട്ടിലേക്ക് ആദ്യത്തെ പേര് അബ്ദുൾ റസാഖ് വില്ലിക്കുളത്തുള്ള മുഹമ്മദ് ഇസ്മാൻ എന്നൊക്കെയായിരുന്നു. ഇവിടെ സഹോദരൻ നിമിഷം ഇവന്മാർക്ക് ഈ നമ്മുടെ വീട്ടുകാരൊന്നും വായിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താക്കി പേര് അബ്ദുൾ റസാഖ് ഈ മിഡിൽ നെയിം മാറ്റി മുഹമ്മദ് ഇസ്മാൻ അങ്ങനെ ആക്കി വാപ്പാടെ പേരിലാക്കി വിട്ടു. അപ്പം ഈ ഒരു കൾച്ചർ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സരിത സലാഹുദ്ദീൻ മാത്രം വെച്ചിട്ട് പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞത്. സരിത അബ്ദുൾ റസാഖൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയേണ്ടത്. നമ്മുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ചിട്ട് എന്താ പറയുക കുറച്ച് നാൾ വാപ്പാടെ വരും കുറയുമ്പോൾ പിന്നെ വാപ്പാടെ പാസ്സാറിന് വരെ കയറുന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എമർജൻസി പാസ്പോർട്ട് എടുത്തു. അങ്ങനെ പ്രൊഫഷൻ മാറ്റി ഞാൻ വിസയ്ക്ക് നോക്കിയപ്പോൾ ഞാൻ എഞ്ചിനീയർ അല്ലാന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. പിന്നെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പല സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവരെ വീട്ടുകാർക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ചത്. നിങ്ങളുടെ ഭാര്യ ഈ പ്രവാസ ലോകത്തിൽ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ വന്നപ്പോഴും നാട്ടിലും ഒക്കെ ആയിട്ട് പരസ്ത്രീ ബന്ധങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഇന്തോനേഷ്യൻ സ്ത്രീയായിട്ട്, അതുപോലെ തന്നെ ഇവിടെ ജോലിക്ക് നിന്ന് ഗീതാറിനൊരു സ്ത്രീയായിട്ട്, അതുപോലെ തന്നെ നാട്ടിൽ നിങ്ങളുടെ അമ്മാവന്റെ മകളെ ഷിജി എന്ന കുട്ടിയെ നിങ്ങൾ കല്യാണം കഴിച്ചു ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? എന്താണ് അതിന്റെ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് എനിക്ക് പറയാനുള്ളത് ഇപ്പം അൽഹംദുലില്ലാ പിന്നെ ഇവിടെ ഈ രണ്ട് സ്ത്രീയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ 5 ലക്ഷം കൊടുത്തേക്കുന്നത് ഈജിപ്റ്റ്, ലെബനോൻ, ഫിലിപ്പൈൻ, ഇന്തോനേഷ്യ, ഗീത, ശ്രീലങ്ക ഇങ്ങനെയുള്ള പല പെണ്ണുങ്ങളായിട്ട് ഞാൻ ലൈംഗികഴ്ചയിൽ ബന്ധപ്പെട്ട് അവൾ കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ഈ കേസുകളിലെല്ലാം ഇവർ കൊടുത്ത് അവസാനം ഇവർക്ക് പശ്ചാത്താപം തോന്നി തിരിച്ചെത്തുമ്പോൾ ഞാൻ അവളോട് ചോദിക്കും നീ എന്തിനാ ഇങ്ങനെയൊക്കെ കൊടുത്തത്? അപ്പൊ ആദ്യം പറയും ഞാൻ എന്ത് ചെയ്യാനാ വെച്ചാൽ അത് എന്റെ മമ്മി പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ കൊടുത്തെങ്കിൽ കേസിന് കുറച്ച് എന്താണ് IP എങ്ങനെ കുറെ ഗാർഹിക പീഡന ഇതിലൊക്കെ എടുത്താൽ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ സുഹൃത്തിനോട് അവൾ ആദ്യം പറഞ്ഞത് ഇവൾക്ക് ഒരു പുരുഷൻ സ്ത്രീയോട് ഉണ്ട് ഇതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവരുടെ ഭർത്താവുണ്ടായിരുന്നു. കാരണം ചോദിച്ചപ്പോഴേ ഇവള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവള് വീട്ടിൽ കയറി വരുമ്പോൾ വാപ്പാടെ സുഹൃത്തും ഇവിടെ ഉമ്മയും കൂടെ കിടക്കറ പങ്കിടുന്നതാണ് ഇവൾ കൊണ്ടുവരുന്നത്. ഈ കുട്ടി വാപ്പാട് പറയും വാപ്പ ഇത് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭയങ്കര വഴക്കാകുകയും അത് ഏതാനും ദിവസം കഴിയുമ്പം അയാൾ മരണപ്പെടുകയും ചെയ്തു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉമ്മാക്ക് ജോലിയുള്ളതിന്റെ പേരിൽ മാത്രമാണ് അതിന്നും ആ കേസ് തെളിയടങ്ങുന്നത്. മരണപ്പെട്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞതിനെ കൊണ്ട് ഈ വിവാഹ അന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ ഇത് കൊലപാതകമാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ കുട്ടി വിവാഹം കഴിക്കത്തില്ലായിരുന്നു.